ഹായ് ഗേസ്, 2 ദിവസം മുന്നേ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ഇട്ടിരുന്നു കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ കൊല്ലങ്കോടാണ്. അപ്പോൾ രാവിലെ നേരത്തെ 6:30ക്ക് നമ്മൾ വെച്ച് പിടിച്ചു കേട്ടോ. അവിടെ എത്തിയതും നല്ല വെയിലല്ലേ, പക്ഷേ ഞങ്ങൾ നേരെ ചിങ്ങൻചിറ പോയിട്ടോ. ഇപ്പോഴത്തെ വെയിലിന് എന്തായാലും അടിപൊളി സ്ഥലമാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്കട് കയറിയാൽ നമുക്ക് ചൂട് എന്താണെന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇന്ന് എന്തോ നല്ല വിശേഷപ്പെട്ട ദിവസമാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഞായറാഴ്ച, ഞങ്ങൾ സൺഡേയാണ് പോയത്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, 5ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ട്രിപ്പ് കൂടിയാണ്. അപ്പം അവിടുത്തെ വിശേഷം പറയാം. അവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കോഴി, ആട് അങ്ങനെ അവിടെ തന്നെ അതിനെ അറുത്ത് അങ്ങനെ കറി വെച്ച് അങ്ങനെ കഴിക്കുന്ന ഒരിത് അവിടെ ചെന്നപ്പോൾ കണ്ടു കേട്ടോ. അത് അവരുടെ ഒരു ആചാരമാണെന്നാണ് പറയണത്. ഞായറാഴ്ചകളിലാണ് കൂടുതൽ അങ്ങനെ കാണുന്നത്. ഞാനവിടെ ഒരു വയസ്സായ ഒരു അമ്മ ഇരുന്നിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കിയപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കേട്ടോ, ഇവിടെ ഞായറാഴ്ചകളിലാണ് ഇങ്ങനെ കൂടുതലായും കാണുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ കണ്ടോ, വലിയൊരു ആടിനെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ഇരുന്ന അടിപൊളിയാണ് കേട്ടോ. കാറ്റ് വേറെ ലെവലാണ്. കാരണം നമ്മൾ വെയിലല്ലേ, ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നാൽ അവിടുന്ന് പോരാനേ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാതും ആൾക്കാരാകെ തിരക്കാണ് കേട്ടോ. ചിലർ ഉള്ളി തൊലിക്കണു, കറി വയ്ക്കണു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു സീതാർകുണ്ടിലേക്ക്. വെയിലല്ലേ, അതുകൊണ്ട് ഏട്ടൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വെയിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ വെയിൽ കാരണം അവിടെ വെള്ളം കമ്മിയാണ്. എന്നാലും എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പോകുമ്പോഴല്ലേ എന്തായാലും കാണുള്ളൂ. കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടുപോരാന്നില്ല. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളമില്ല. അവിടെ 3 ആഴ്ചയായിട്ട് ആ വെള്ളം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. പക്ഷെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ആഗ്രഹത്തിൽ പോയതാണ് കേട്ടോ. അങ്ങനെ പോയി അവിടെ കണ്ടു. പക്ഷേ കുളിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇതിന് മുന്നേ ഏട്ടൻ പോയ ടൈമിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ അവിടെ നിറയെ വെള്ളമെന്ന് പറയുന്നുണ്ട്. അവർ കൂട്ടുകാരൊത്ത് അങ്ങനെ പോയിട്ട് കുറേ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അന്ന് അവിടെ ചെറിയ അപകടമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രക്ഷിക്കാനൊക്കെ പോയി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം. അപ്പോൾ ഈ മല അടിപൊളിയാണ്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ അടിപൊളിയാണ്. കാശിക്കുട്ടൻ കല്ലെടുത്തെറിയാണ് കേട്ടോ ഗെയ്സ്. അവന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ദേഷ്യമുണ്ട്. മല കാണുന്നുണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുന്ന് നേരെ പോന്നു. പിന്നെ അവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾ മല കാണാമല്ലോ കരുതിയിട്ട് അങ്ങനെ പിന്നെ വണ്ടിയിൽ പോന്നു. പിന്നെ ആദ്യം ഞങ്ങൾ കൊല്ലങ്കോട് പോയപ്പോൾ ആദ്യം മല കാണാൻ പോയി. പക്ഷെ വെയിൽ കാരണം നേരെ തിരിച്ച് പിന്നെ സീതാർകുണ്ട് പോയി, അങ്ങനെ കണ്ടു, ചിങ്ങൻചിറ കണ്ടു. പിന്നെ അതിന് ശേഷം പിന്നെയും വീണ്ടും കൊല്ലങ്കോട് വന്നിട്ട് ആ മലയൊന്ന് കാണാമല്ലോ കരുതി പോന്നതാണ്. അപ്പോൾ വണ്ടിയുമേ ഇരിക്കുമ്പോൾ സെറ്റാവുന്നില്ല കേട്ടോ വീഡിയോ എടുക്കലും. മലയും വെയിലല്ലേ. മല എന്തായാലും അടാറാണ്. നമുക്ക് വല്ല ഫോട്ടോയിൽ കാണുന്ന പോലെയാണ്. അതിന് പാടങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാതും നെല്ലൊക്കെ കൊയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടൈമില്ല പോവാൻ കണ്ടത്. എന്തായാലും കൊല്ലങ്കോട് കണ്ടോ ചോദിച്ചാൽ കണ്ടു എന്ന് പറയാം. പക്ഷേ അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. പക്ഷെ കൊല്ലങ്കോട് കാണാൻ പറ്റി ചോദിച്ചാൽ പറ്റി. കുട്ടികളുണ്ടാവുക കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ മഴയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ പരിമിതികൾ ഉണ്ടാവുക കാരണം അതാ ഞങ്ങൾ ചൂടത്തും പോകാൻ പറ്റില്ല. എന്നാലും നേരത്തെ പോയിരുന്നു, 6:30 ആകുമ്പോൾ ഞങ്ങൾ പോയിരുന്നു വെയിലിൻ്റെ ഇത് കാരണം. എന്നാലും അങ്ങനെ കുറേ കണ്ടു. പിന്നെ പോന്നു. പിന്നെ അന്ന് വൈകുന്നേരം ഫുഡ് കഴിച്ചു, മന്തിയായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ ആനിവേഴ്സറി. ഓക്കെ ഗെയ്സ്,